ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 98 സീറ്റിൽ UDFും 39 LDFും 2 മണ്ഡലങ്ങളിൽ NDAയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി LDF, ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച BJP, തമിഴ്നാട്ടിൽ മുന്നിലെത്തി TVK. പുതുച്ചേരിയിൽ AINRC BJP സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 UDF മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ LDFും 2 NDAയും മുന്നിലാണ്. ഉറപ്പുള്ള LDF കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് UDFിന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരവൂരിൽ മുന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് GR അനിലും, ചെങ്ങന്നൂർ സജി ചെറിയാനും, ചേർത്തലയിൽ P പ്രസാദും, മാനന്തവാടിയിൽ OR കേളുവും, ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ MB രാജേഷും, പത്തനാപുരത്ത് ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് B ശിവൻകുട്ടിയും, തിരൂരിൽ അബ്ദുറഹ്മാനും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. UDFിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 LDFും 5 സീറ്റിൽ UDFും, നേമത്തും തിരുവനന്തപുരത്തും NDAയും മുന്നിലാണ്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ LDF മുന്നിലാണ്. കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിൽ LDFിനെ അട്ടിമറിച്ച് UDF മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA M വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 UDFും 1 സീറ്റിൽ LDFും മുന്നിലാണ്. അടൂർ, ആറന്മുള, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിൽ UDF മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ LDF ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 UDFും 3 സീറ്റിൽ LDFും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി G സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലും UDF ആണ് മുന്നിൽ. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് LDF മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 UDFും 1 സീറ്റിൽ LDFും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് LDFിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 UDFും 1 സീറ്റിൽ LDFും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് LDF മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ UDF തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDF ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 LDFും 4 സീറ്റിൽ UDFും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ UDFും മറ്റു മണ്ഡലങ്ങളിൽ LDFുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 UDFും 3 LDFും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്. UDFിലെ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് DCC ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9 റൗണ്ട്, 12 റൗണ്ട് വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയാകേണ്ട വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് UDFിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന് കണക്കാക്കുന്നു. പല മണ്ഡലങ്ങളിലും UDF വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 അടുത്ത് ആകെ LDFിന് മുൻതൂക്കമുള്ളത് നിലവിൽ പുനലൂരിലാണ്. 11,751 വോട്ടുകൾക്ക് അവിടെ LDF ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. നന്ദി നീരജ്.
പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 UDF-ഉം 5 LDF-ഉം മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ UDF-ഉം മറ്റ് മണ്ഡലങ്ങളിൽ LDF-ഉം മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 UDF-ഉം 1 സീറ്റിൽ LDF-ഉം മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് LDF-ന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ BJP-യുടെ T. രനീഷ് ആദ്യ റൌണ്ടുകളിൽ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 UDF-ഉം 7 സീറ്റിൽ LDF-ഉം മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് UDF മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 UDF-ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ UDF തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDF ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം UDF മുന്നിലാണ്. മലപ്പുറത്തു നിന്നും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ UDF തരംഗമാണല്ലോ കാണാനാകുന്നത്. പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്? കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം UDF നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു UDF അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് LDF-ന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിലെ LDF സ്ഥാനാർത്ഥി KT ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് FB പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും LDF ഇപ്പോൾ ഏതാണ്ട് 3000-ഓളം വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാവ് TK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ, സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ? പൊതുവെ മലപ്പുറം UDF-ന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയ മറ്റ് ജില്ലകളിലെ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണവിരുദ്ധാധികാരത്തിന്റെ ഒരു അലയലി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 TVK-യാണ് മുന്നിൽ. AIADMK സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ DMK സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 BJP മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 BJP സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ AINRC 9 മുന്നിട്ട് നിൽക്കുന്നു. BJP 2 സീറ്റുകളിലും DMK, ADMK, INC എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും AINRC സ്ഥാനാർത്ഥിയുമായ N. രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 LDF-ഉം 2 UDF-ഉം ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ UDF-ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ LDF-ആണ് മുന്നിൽ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ? തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF-ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് UDF-ലെ AK മഷറഫ് 18,687 വോട്ടിനും, കാസർഗോട്ട് കല്ലട്ര മാഹിൻഗാജി 14,202 വോട്ടിനും, ഉദുമയിൽ K. നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10ാം റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് LDF ലീഡ് ചെയ്യുന്നത്. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 98 സീറ്റിൽ UDF-ഉം 39 LDF-ഉം 2 മണ്ഡലങ്ങളിൽ NDA-യും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി LDF, ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച BJP, തമിഴ്നാട്ടിൽ മുന്നിലെത്തി TVK. പുതുച്ചേരിയിൽ AINRC BJP സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30-ന്.